അല്ലെങ്കിൽ സ്കിൻ കെയറിന്റെ കാര്യം പറയുമ്പോഴേ കുറെ പേർക്ക് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവുമോ? ഏത് കാര്യവും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താൽ നമുക്ക് ശരിക്കും നമ്മുടെ സ്കിന്നിന് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാല് DIY അല്ലെ അവര് വെളുക്കാൻ അത് ചെയ്യുന്നു, വെളുക്കാൻ ഇത് പറയുന്നു, അത് പറയുന്നു, വീട്ടിലുള്ള മുളക് പൊടി ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ പറയുന്നു. എന്നോടും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ്. ഓക്കെ, കാരണം നമ്മുടെ സ്കിൻ കെയർ എപ്പോഴും ഇതിനു മുമ്പേ ചെയ്തു തുടങ്ങിയതാണല്ലോ. അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഒരേ കാര്യം തന്നെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത്രത്തോളം മാറ്റം നമുക്ക് കിട്ടും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അത് കെമിക്കൽ അല്ലാതെ സൈഡ് എഫക്റ്റ് ആയ പാവം ഈ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചല്ലേ നമ്മളിത് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ദോഷം വരത്തില്ല. നമ്മൾ ആദ്യം ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സൂര്യപ്രകാശം നമ്മൾ ടാൻ മാറാനും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ സ്ഥിരമായിട്ട് വാച്ച് കെട്ടുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാച്ച് കെട്ടുന്നത് മാത്രം വെളുത്തിരിക്കുന്നത്. ഒരു റിങ് ഇടുക, ആ റിങ് കൂടാതിടുവാണെങ്കിൽ ആ റിങ് കിടക്കുന്ന വെഡിങ് റിങ് ഒക്കെ ഇടുന്നവരുടെ കാര്യം ചിലർ മാറ്റത്തേ ഇല്ലല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ വെളുത്തിരിക്കുന്നതല്ല. കാരണം അവിടെ സൂര്യപ്രകാശം ഏൽക്കുന്നില്ല, പിന്നെ വേറെ ഒരു പൊല്യൂഷൻ ഒന്നും ചെല്ലുന്നില്ല, അതുകൊണ്ടത് വെളുത്തിരിക്കുന്നു. പിന്നെ ഒരു കെമിക്കലും അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് വെളുത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? വെളുപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്കിന്ന് എപ്പോഴും ഒരു ഈവൻ സ്കിന്നാക്കി നമ്മുടെ ഹെൽത്തി സ്കിന്നിലെത്താൻ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പൈസയില്ല. നമ്മൾ ചിലർക്ക് പൈസ ഉണ്ടെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ ഇല്ല. പിന്നെ വീട്ടിൽ നമുക്ക് സമയം കണ്ടെത്തി വീട്ടിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറും സിമ്പിൾ ആയ കാര്യം മതി. വെറും നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ശരിക്കും പോകാത്ത ടാൻ വരെ പോയി. നമ്മുടെ ടാൻ പോകുമ്പോൾ തന്നെ പിഗ്മെന്റേഷനും ടാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആകത്തില്ലേ? ഹലോ, ഹായ്, മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് പ്ലീസ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നിസ്സാരമാണെന്ന് കരുതുന്ന പലതും നമ്മുടെ സ്കിന്നിന് നല്ല പ്രയോജനം ചെയ്യുന്ന സാധനങ്ങളാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. നമ്മൾ ചോറ് വെക്കാത്ത ഒരു വീട് ഇപ്പൊ ഇല്ല. ഇപ്പോഴും നല്ല ചോറ് വെക്കാം. ഇപ്പൊ ചിലപ്പോൾ കാണത്തില്ല. ഈ ഡയറ്റും എല്ലാം നോക്കി എല്ലാവർക്കും ഇപ്പൊ പുറത്തുള്ള ആഹാരം അങ്ങനത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറി. അപ്പം എന്നാലും നമ്മുടെ കേരളത്തിലുള്ളവർ ഒരു നേരം എന്തെങ്കിലും ചോറ് കഴിക്കുമല്ലോ. അപ്പൊ ചോറ് വെക്കാത്ത വീടുകളിലില്ല അല്ലേ? അപ്പൊ അരി വീട്ടിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളം നമ്മൾ ദൂരെ കളയും ഇല്ലേ? ആർക്കും അത് ഉപകാരം വേണ്ടാത്തതൊക്കെ. പക്ഷെ പണ്ട് കാലത്ത് എന്റെ ഫാദറിന്റെ ഉമ്മ ഒക്കെ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ തലയിൽ തേക്കാനൊക്കെ കഞ്ഞിവെള്ളം നമുക്ക് തരുമായിരുന്നു. ഇഞ്ചിയൊക്കെ തേച്ച് തല കഴുകി തരുമായിരുന്നു. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാമായിരുന്നല്ലോ കഞ്ഞിവെള്ളത്തിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന്. മനസ്സിലായില്ല? ഓരോ കാര്യങ്ങളും പണ്ട് ഉപയോഗിച്ച് തെറ്റാന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് പണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ ഐഡിയ എവിടുന്ന് കിട്ടിയില്ല? കഞ്ഞിവെള്ളത്തിന് അത് ഇത്രയും ഗുണങ്ങളുണ്ട്. ഇപ്പൊ പറയുന്നുണ്ടല്ലോ റൈസ് വാട്ടറും റൈസും ഒക്കെ സ്കിന്നിനും, കൊറിയൻ സ്കിന്ന്, ആ സ്കിന്നൊക്കെ പറയുന്നില്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും കഞ്ഞിവെള്ളം ദൂരെ കളയുന്നവരാ അല്ലെ? പക്ഷേ കഞ്ഞിവെള്ളം, കുളിപ്പിച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കഞ്ഞി വാർത്തിട്ട് നമുക്ക് കഞ്ഞിവെള്ളം കിട്ടുമ്പോൾ അതിന്റെ മണ്ടേരെ കളഞ്ഞിട്ട് ഒരു കപ്പില്ലാത്ത നമ്മൾ അടിഭാഗം നമ്മൾ എടുത്തു വെച്ചാല് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ഫേസിന് ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന കഞ്ഞിവെള്ളം നമ്മുടെ ഫേസിന് എന്തോരം മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് അറിയാമോ? ഫസ്റ്റ് വെള്ളം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കഞ്ഞിവെള്ളം നമ്മളൊരു മഗ്ഗിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതിന്റെ അത് നല്ല കട്ടിയായിട്ടിരിക്കും, നല്ലൊരു ജെല്ലി പരുവത്തിലിരിക്കും. മനസ്സിലായോ? അതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് എത്ര വേണോ അതെടുത്തിട്ട് അതിന്റെ അകത്ത് കടലമാവ് എന്ന് പറഞ്ഞാൽ അന്ന് പണ്ട് കാലം തൊട്ടേ നമ്മുടെ ലേഡീസ് ഒക്കെ, അമ്മമാര്, പഴയ ആൾക്കാർ വരെ കടലമാവ് ഉപയോഗിച്ചിരുന്നു ഇല്ലേ? ഈ കടലമാവ് ഈ തിക്കായ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് കൊടുക്കാവുന്നതാണ്. ശരിക്കും നമ്മളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പൊ
ഞാൻ പറഞ്ഞത് നമ്മൾ ആഴ്ചയിൽ ഒത്തിരി പിഗ്മെന്റേഷൻ പോകാത്തവരുണ്ടെങ്കിൽ ടാൻ പോകാനായിട്ടും പിഗ്മെന്റേഷനും ഒക്കെ മാറാനായിട്ട് ആഴ്ചയിൽ ഒരുപാടുള്ളവരാണെങ്കിൽ ഒത്തിരി പഴകിയതാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഇത് ചെയ്യുക. ശരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളം, കടലമാവ് ഒരുപാട് ഉപയോഗം ചെയ്യാം നമുക്ക്. ഹെയറിന് ഒരുകൊണ്ട്, അതല്ലാതെ നമ്മുടെ സ്കിന്നിന്റെ കാര്യം പറഞ്ഞ്, ഫേസിന് സ്കിന്നിന്റെ കാര്യം പറഞ്ഞ്, നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിന്റെ അകത്തോട്ട് നമുക്ക് ഒരു ചഹന ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് ഒന്ന് കഴുകിയെടുത്ത് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതാണ്. കാരണം ഈ ഹണി എന്ന് പറയുന്നത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് അല്ലേ, നല്ലൊരു മോയ്സ്ചറൈസർ കണ്ടന്റ് നമുക്ക് തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ കടലമാവ്. നല്ല കടലമാവ് നമുക്ക് ശരിക്കും നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റൻ തരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ കളയാൻ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ കഞ്ഞിവെള്ളവും കടലമാവും കൂടെ ഒരു മിക്സ് ആക്കി ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ ഒത്തിരി ടാനും പിഗ്മെന്റേഷനും ഒരുപാട് കൂടിയവരാണെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുക, ഇല്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ നമുക്ക് ശരിക്കും ഒരു മാജിക്കൽ റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് ആരും കമന്റ്സ് ഇടുന്നില്ല, വീഡിയോ തന്നെ കാണുന്നില്ല, പിന്നെ ആരും കമന്റ്സ് ഇടുന്നില്ല. എല്ലാവരും ഒന്ന് കയറി കാണണം. എനിക്കറിയത്തില്ല, ഞാൻ എന്നും നല്ല പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. എങ്ങോട്ടും അത് ഒത്തിരി പേരിലോട്ട് എത്തുന്നില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കാണുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ ടോപ്പിക്കിന് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.